എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. എറണാകുളം ജില്ലയിൽ ഓസ്കാർ യൂസ്ഡ് കാസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഓസ്കാർ യൂസ്ഡ് കാസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തോട്ടക്കാട്ടുകര എന്ന സ്ഥലത്താണ്, ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര. അതായത് തൃശ്ശൂർ എറണാകുളം ഹൈവേയിലാണ് ഈ ഒരു ഷോറൂം വരുന്നത്. ഹൈവേക്ക് തൊട്ട് സൈഡിൽ തന്നെയാണ് തോട്ടക്കാട്ടുകര. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽ ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളി വണ്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഓസ്കാറിൽ വാഹനങ്ങളൊക്കെ പരിചയപ്പെടുന്നത് നമ്മൾ കൂടെ ഉള്ളത് മൻസാദക്കാണ്. മൻസാദക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. മൻസാദ വെൽക്കം. ഹായ് ജിതിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൻസാദക്കയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ വണ്ടിയുടെ വില ഇതൊന്നും മാത്രമല്ല, വണ്ടിയുടെ ചരിത്രവും അതിന്റെ പ്രത്യേകതകളും എല്ലാം എടുത്ത് പറയും. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കുറച്ച് നോയ്സിന്റെ ഒരു പ്രശ്നം വന്നിരുന്നു കഴിഞ്ഞ വീഡിയോ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ വീഡിയോ നമ്മൾ ഇട്ടില്ല. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കാൻ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പെടുത്തി കിട്ടും. വേറൊന്നും അല്ല, വണ്ടി എന്ന് പറയുന്നത് അത്ര ഒരു പാഷനാണ്. ചെറുപ്പം മുതലേ വണ്ടി 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 എന്ന് പറയും. ഇപ്പൊ ഈ റോട്ടിൽ കൂടി പോകുമ്പോ ഒരു അതെ കൗതുകത്തോടെ ഇപ്പോഴും ഓരോ വണ്ടികളും ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഹൈവേ കൂടി വണ്ടി പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെക്കും. വണ്ടിയോട് അത്ര ഇഷ്ടം തന്നെയാണ്. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ ഒരു എപ്പിസോഡ് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നല്ല മഴയുടെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എന്താണെന്ന് കാര്യങ്ങൾ അറിയില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. KL7 രജിസ്ട്രേഷൻ മഹീന്ദ്ര XUV 500. എങ്ങനെയാണ് കാര്യങ്ങൾ? 2014 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. 73,000 കിലോമീറ്റർ ഡ്രിവൺ, കമ്പനി സർവീസ് ആണ്. ഇതിന്റെ ഒരു എന്ന് വെച്ചാൽ ഇത് ലിമിറ്റഡ് എഡിഷൻ വേരിയന്റ് ആണ്. 2014 സ്പോർട്സ് ഈ ഗ്രാഫിക് റെഡിഷ് ടോപ്പ്, അതുപോലെ തന്നെ അലോയ്സിലൊക്കെ ആ ഒരു റെഡിഷ് ഡിസൈൻസ് വരും. ഒരു ടോട്ടലി ഒരു ഡിഫറെന്റ് ലുക്ക് ആണത്. 2014 മാത്രം ലിമിറ്റഡ് ആയിട്ട് വന്നൊരു വേരിയന്റ് ആണ്. W8 അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. വെൽ മെയിൻറ്റൈൻഡ്, വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അതിന്റെ ക്വാളിറ്റി വണ്ടി കണ്ടാൽ അറിയാലോ. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒറിജിനൽ കേരള. പ്രൈസ് റേഞ്ച് 825 ആണ്. ആസ്കിങ് നെഗോഷ്യബിൾ ആണ്. 8,25,000 ആണ്. 2014 W8 സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? കറന്റ്ലി വണ്ടിക്ക് 1,786,000 IDV ഉണ്ട്. സോ എന്തായാലും ഒരു 750 ഒക്കെ എന്തായാലും ലോൺ കയറും. ഡിപ്പെൻഡ്സ് ഓൺ ദ കസ്റ്റമർ പ്രൊഫൈൽ. അപ്പോൾ അത്രത്തോളം ലോൺ സൗകര്യം കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. XUV ഒരു 12 മൈലേജ് മാക്സിമം പ്രതീക്ഷിച്ചപോലെ. XUV ഒരിക്കലും മൈലേജ് ഓറിയന്റഡ് അല്ല, എന്നാലും 10-12 പിന്നെ എല്ലാം നമ്മളുടെ കാലിലാണ് ഇരിക്കുന്ന മൈലേജ്. 10 to 12. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം. KL47 രജിസ്ട്രേഷൻ മഹീന്ദ്ര XUV 500. എങ്ങനെ കാര്യങ്ങൾ? KL47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ആണ്. 2012 മോഡൽ, വണ്ടിയുടെ ഫസ്റ്റ് എഡിഷൻ ആണ്. XUVയുടെ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ സെയിം ഇയറിൽ 2012 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നത്തെ ടോപ്പ് വേരിയന്റ് തന്നെ. ഈ മോഡൽ കുറവാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കിലോമീറ്റർ ആണ്. കമ്പാരിറ്റീവ്ലി 62,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നോർമലി നമ്മൾക്ക് ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള XUV ഒരു 2012 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് 1 lakh or 1+ ഒക്കെ ആണ് നോർമലി വരുന്നത്. സോ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ലോ കിലോമീറ്റർ, കമ്പനി പ്രൊഫൈൽ, കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. അതെ അതെ, ടോട്ടൽ ഷോറൂം സർവീസ് ആണ്. ഓണർഷിപ്പ് മാറിയിട്ടുണ്ടോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിലാണ്. അതെ അതെ അതെ, നിലവിൽ സെക്കൻഡ് ഓണറിൽ സെയിം W8 തന്നെ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഹിസ്റ്ററി അവൈലബിൾ ആണ്. നമുക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതെ അതെ. ഇതിന്റെ പ്രൈസ് വരുന്നത് 690 ആണ് ആസ്കിംഗ് പ്രൈസ്. മെയിൻലി 5.5 2012 W8 എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ കിലോമീറ്റർ ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സെക്കൻഡ് എടുക്കാൻ പോകുന്ന ആൾക്ക് എപ്പോഴും കിലോമീറ്ററിലാണ്. ഒരു യൂസ്ഡ് കാറിന് ഏറ്റവും വലിയൊരു പ്രൈസ് ഡിപ്രിസിയേഷൻ ഫാക്ടർ ആവുന്നത് കിലോമീറ്ററിലാണല്ലോ. അപ്പോൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെയാണ്. 62,000 കിലോമീറ്റർ ഡ്രിവൺ. അത്രേ ഓടിയിട്ടുള്ളൂ. ആ ഒരു കിലോമീറ്റർ കൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. പിന്നെ നെഗോഷ്യബിൾ ആണ്. അതെ അതെ. ഒരു ബ്രസ്സ എങ്ങനെ കാര്യങ്ങൾ? 2016 മോഡൽ ZDI ആണ്. ടോപ്പ് വേരിയന്റ് അല്ല, ഇതിന് തൊട്ട് താഴെ ZDI+ന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഡീസൽ വേരിയന്റ് ആണ്. ഇതിന്റെ അതായത് മാരുതി ഡീസൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ ബൂമിംഗ് ആണ് ഡീസൽ വണ്ടികൾക്ക്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഉണ്ടായത്. ഇപ്പോൾ സ്വിഫ്റ്റിനായാലും ഡീസൽ വണ്ടി ഓൾമോസ്റ്റ് എല്ലാ ഡീസൽ വണ്ടികൾക്കും ഒരു ബൂമിങ് വന്ന ഇതിൽ അതിൽ ഏറ്റവും കൂടുതൽ
ഭൂമിക്ക് കിട്ടിയ ഒരു വണ്ടിയാണ് ബ്രസ. തീർച്ചയായിട്ടും ഇപ്പോഴും ഹൈ പ്രൈസിന് തന്നെയാണ് നമ്മളിവിടെ സെയിൽസ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടികളിൽ ഒന്നാണ് ബ്രസ, ഡീസൽ ബ്രസ. എക്സാക്ട്ലി. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആയാലും മാനുവൽ ആയാലും എപ്പോഴും ഒരു ആവറേജ് ഫാമിലിക്ക് പറ്റിയ ഒരു ഓറിയന്റഡ് വെഹിക്കിൾ ആണ്. മൈലേജ് കൊണ്ടും പിന്നെ വലിയ മെയിൻ്റനൻസ് വരുന്നില്ല വേണമെങ്കിൽ പറയാം. പക്ഷെ പെർഫോമൻസ് 1.4 സ്വിഫ്റ്റിന്റെ ഒക്കെ ആ ഒരു DDI എഞ്ചിൻ വരുമ്പോഴുള്ള ആ ഒരു ഇതാണ്. സിംഗിൾ ഓണർ ആണ്. 70,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. 0 ക്ലെയിം ആണ് വണ്ടി. എറണാകുളം രജിസ്ട്രേഷൻ തന്നെ KL7. ഇതിന്റെ പ്രൈസ് വരുന്നത് 695. അത് ഫൈനൽ പ്രൈസ് ആണ് കേട്ടോ. നമ്മളുടെ ഇവിടുത്തെ പ്രൈസ് വരുന്നത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 720 ആണ്. പക്ഷേ ഫൈനൽ പ്രൈസ് ഞാൻ പറഞ്ഞു. അതെ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 6 lakh ഒക്കെ എന്തായാലും കയറും. പിന്നെ മൈലേജും ഒരു 20 എന്തായാലും 20 അത്ര നല്ല രീതിക്ക് പയ്യെ ഓടിച്ചു പോകുന്ന ആൾക്ക് 20 കിട്ടും. അതെ, അല്ലെങ്കിൽ നമുക്കൊരു 17-18 അതാണ് ഒരു ആവറേജ് മൈലേജ്. 17 to 20. അപ്പോൾ അടുത്തോട്ടിലേക്ക് KL 24 രജിസ്ട്രേഷൻ ഹോണ്ട അമേസ്, നല്ലൊരു അടിപൊളി ക്ലീൻ ഫിനിഷ് വണ്ടി. എങ്ങനെയാ കാര്യങ്ങൾ? ഹോണ്ട അമേസ് 2013 മോഡല്. ഹോണ്ടയുടെ ശരിക്കും പറഞ്ഞാൽ ചരിത്രം ആകെ അവർ ഡീസൽ എഞ്ചിൻ മാനുഫാക്ചർ ചെയ്തത് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ മാത്രമാണ്. അതുവരെ അവരുടെ പെട്രോൾ എഞ്ചിൻ അത്രയും ക്വാളിറ്റി എഞ്ചിനാണ് വേൾഡ് വൈഡിൽ. അതെ, തീർച്ചയായിട്ടും അവരുടെ ഫസ്റ്റ് ഒരു ഡീസൽ വേരിയന്റ് ഇറക്കുന്നത്, ഹോണ്ട ഇറക്കുന്ന ഫസ്റ്റ് വണ്ടിയാണ് അമേസ്. ഫസ്റ്റ് ബാച്ചാണ്. ഈ വണ്ടിയുടെ ആ ഒരു റിലീസിന് ശേഷം ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടായ ഒരു വണ്ടിയാണ്. കാരണം ഇന്ന് വരെയും നമ്മൾ കാണാത്ത ഒരു അട്രാക്റ്റീവ് മൈലേജ് തന്ന ഒരു വണ്ടിയാണ്. 2013 എത്ര കിലോമീറ്റർ ഇത് ഓപ്ഷൻ വരുന്നത് SMT ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. ഇതിന് താഴെ EMT വരുന്നുണ്ട്. സോ ഇത് 73,000 കിലോമീറ്റർ ആണ്. 3rd ഓണർഷിപ്പ് ആണ് വണ്ടി. അതെ, ഇതിന്റെ പ്രൈസ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് 420 ആണ്. ഫൈനൽ 390 വരും. ആ 3rd ഓണർഷിപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു ഡിപ്രിസിയേഷൻ വന്നത്. അല്ലെങ്കിൽ നോർമലി ഒരു സെക്കൻഡ് സെഗ്മെന്റ് ഇത്രയും ഒരു കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 425 പ്ലസ് എന്തായാലും ഒരു 450 ഒക്കെ ആസ്കിംഗ് പ്രൈസ് വരും. ഡീസൽ വേരിയന്റ് ആണ്. എക്സാക്ട്ലി, ഡീസൽ വേരിയന്റ് ആണ്. ഇതിലെ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 3 lakh ഒക്കെ എന്തായാലും കയറും. 3 lakh കയറും. അതെ, 3 lakh എന്തായാലും കയറും. ഓക്കെ. അപ്പോ പിന്നെ ജിതിന്റെ വണ്ടിയും ഹോണ്ട അമേസ് തന്നെയാണല്ലോ. എന്റെ പെട്രോൾ ആണ്, നല്ല മൈലേജ് ഉണ്ട്. നല്ല മൈലേജ്, പെട്രോളിൽ തന്നെ നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് Volkswagen Polo ആണ്. KL 60 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെ കാര്യങ്ങൾ? Volkswagen Polo 2016 മോഡലാണ്. 1.2 ലിറ്റർ വരുന്ന ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വണ്ടി 1 ലിറ്റർ ആണ്. 3 സിലിണ്ടർ. ഇത് 1.2, അതായത് 2018 വരെ ഇറങ്ങി. 2018 1 ലിറ്റർ ഇറങ്ങി തുടങ്ങി. 1.2 4 സിലിണ്ടർ. ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. 70,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന പെട്രോൾ വേരിയന്റ് ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ വണ്ടിയെ പറ്റി അറിയാവുന്നവരെ ഈ വണ്ടി ഒന്ന് എടുക്കത്തുള്ളൂ. ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്നത് Volkswagenന്റെ വണ്ടികൾ തന്നെയാണ്. പുതിയ പോളോ ആണോ പഴയ പോളോ ആണോ പവറിലൊക്കെ ആണോ? അതൊരു നല്ലൊരു ചോദ്യമാണ്. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ വണ്ടി 4 സിലിണ്ടർ 1.2 ആണ്. പുതിയ വണ്ടി ഇറങ്ങുന്നത് 1 ലിറ്ററിൽ 3 സിലിണ്ടർ ആണ്. അത് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ വണ്ടികളുടെ. അപ്പോൾ അവർക്ക് ആ ഒരു ബഡ്ജറ്റിൽ തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചെറിയ ഒരു കുറവ് കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ പുതിയ ക്രെറ്റയിലായാലും എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് പവർ പഴയ വണ്ടിക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് GT ഫാൻസിന് മനസ്സിലാവും. GT DSG ഓട്ടോമാറ്റിക്കും ഇപ്പം ഇറങ്ങുന്ന ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പുതിയ വണ്ടീനേലും കമ്പാരിറ്റീവ്ലി അതിപ്പോൾ ഏത് വണ്ടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പവർഫുൾ ഒരു പവർ കൂടുതൽ പഴയ ആ ഒരു എഞ്ചിന് തന്നെയാണ്. BS6 വണ്ടികളിൽ പെർഫോമൻസിന് അവർ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ശരിക്കും ഓടിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഓടിക്കുന്നവർക്ക് മനസ്സിലാവും. ഓടിക്കുമ്പോൾ ഫീൽ ആവും. അത് 1000 cc 3 സിലിണ്ടർ വണ്ടിയും 1.2 200 ആണെന്നുണ്ടെങ്കിലും 4 സിലിണ്ടർ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. 1 ലിറ്ററിൽ ഇപ്പോൾ ടർബോ എല്ലാത്തിലും വരുന്നില്ലല്ലോ. എല്ലാത്തിലും വരുന്നില്ല ടർബോ. നോർമലി ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 585 ആണ്. നെഗോഷ്യബിൾ ആണ്. അതെ, ഹൈലൈൻ ആണ്. ടോപ്പ് വേരിയന്റ് ആണ് വണ്ടി. അതെ, ഇതൊരു കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ്. എത്ര ലോൺ കയറാൻ ചാൻസ് ഉണ്ട്? ഇതിലിപ്പോ നിലവില് 540 ഡിക്ലറേഷൻ വാല്യൂ ഉണ്ട്. 5 lakh ഒക്കെ എന്തായാലും സിമ്പിൾ ആയിട്ട് കയറും. പിന്നെ
അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് ഒരു എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ് KL7 ആണ് നിസാൻ മൈക്ര. എങ്ങനെയാണ് കാര്യങ്ങൾ? 2017 മോഡലാണ്. CV മീൻസ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അതെ അതെ അതെ. സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന വെൽ മെയിൻറ്റൈൻഡ് ആണ്. അത് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇപ്പോൾ പഴയ പോലെ അല്ല, ഓട്ടോമാറ്റിക് വണ്ടി ഒരു സമയത്തിൽ ഒരു 2 ഇയർ ബിഫോർ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു പേടിയായിരുന്നു. അയ്യോ ഇതെന്തോ വലിയ സംഭവമാണ്, പക്ഷേ മെയിൻ്റനൻസ് കൂടുതലാണ്. അത് ചിന്താഗതിയാണ്, തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഇന്ന് ഫസ്റ്റ് പ്രിഫറൻസ് പോകുന്നത് ഓട്ടോമാറ്റിക് ആണ്. കാരണം എല്ലാ വേരിയന്റുകളിലും ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ടോപ്പ് വേരിയന്റ് ട്രാഫിക്കും കൂടി തുടങ്ങി, വെറുതെ ക്ലച്ച് താങ്ങി പിടിച്ച് കഴിക്കുന്നില്ല. പഴയൊരു ഫിറ്റ്നസ് ഒന്നും ആളുകൾക്കില്ല. ഇപ്പൊ ഈ പ്രായത്തിൽ നമുക്ക് തന്നെ കുറച്ചു നേരം ചവിട്ടി കഴിയുമ്പോഴേക്ക് കാലൊക്കെ കടച്ചു പോകും. അപ്പോൾ ഓട്ടോമാറ്റിക് ആണ് പ്രിഫറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിന്റെ എൻക്വയറി കൂടുതലാണ്. പ്രൈസ് റേഞ്ചിൽ തന്നെ സെക്കൻഡ്സ് പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു 1 lakhന്റെ ഡിഫറൻസ് വരും. 2017 ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ അല്ല, ഇത് എക്സൽ ആണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ XV വരും. അതിൽ ബട്ടൺ സ്റ്റാർട്ട്, ഡീഫോഗർ, ബാക്ക് വൈപ്പർ, അലോയ്സ് എല്ലാം വരും. ഇതിന് അതില്ല, ബട്ടൺ സ്റ്റാർട്ട് അല്ല, കീലെസ് എൻട്രി ഒന്നും ഇല്ല, താക്കോൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ എയർ ബാഗ് ആൻഡ് ABS വരും. 2016 തൊട്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും സേഫ്റ്റി മെഷർമെന്റ് ഗവൺമെന്റ് കൂട്ടിയത് കൊണ്ട് മിഡ് വേരിയൻസിനെല്ലാം വരുന്നത്. കിലോമീറ്റർ എത്ര? 55,000 കിലോമീറ്റർ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. വേറെ ക്ലെയിം എന്ന് പറയാനായിട്ട് ഇതിന്റെ ബമ്പർ ഷോറൂമിൽ തന്നെ ആള് B2B ഇൻഷുറൻസ് ആണ്. സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഉരച്ച്, എറണാകുളത്ത് ഓടുന്ന വണ്ടിയാകുമ്പോൾ ഉരച്ചിലൊക്കെ എന്തായാലും ഉണ്ടാവും. അതെ 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 അതെ, ബമ്പർ അല്ലാണ്ട് വേറെ മേജറായിട്ട് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് 510 ആണ്. 490 ഫൈനൽ പ്രൈസ് വരും. 490 വരും. അതെ അതെ. 2017 XV ആണ്. വെറും 50 XL സോറി XL ആണ്. XV ഫുൾ ഓപ്ഷൻ ആണ്. സോറി XL ആണ്. 55,000 കിലോമീറ്റർ ഓടിയ വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യം ഒന്നും തന്നെ ഇല്ല. അടുത്തത് കുറച്ചൊരു മിനി പ്രീമിയം സെഗ്മെന്റ് ആണ്, സ്കോഡ ലോറ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2011 മോഡലാണ്. അതായത് ഫോക്സ് വാഗന്റെ പരീക്ഷണം നടത്തുന്നതിന് മുമ്പ്, ഇപ്പോഴത്തെ സ്കോഡ എന്ന് പറയുന്നത് ഫോക്സ് വാഗന്റെ തന്നെയാണ്. സ്കോഡ ഫോക്സ് വാഗന്റെ പരീക്ഷണ വണ്ടിയാണ് ഇപ്പോഴത്തെ സ്കോഡ വണ്ടികൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ റാപ്പിഡ് സെയിം വെന്റോ തന്നെയാണ്, പക്ഷെ കാഴ്ചയിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ട് എനിക്ക്. ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1,20,000 കിലോമീറ്റർ ആണ് ഡ്രിവൺ. മോഡൽ 2011 മോഡൽ 12 രജിസ്ട്രേഷൻ ആണ്. ആംബിയന്റ് 2 ലിറ്റർ TDI, സെയിം ലാസ്റ്റ് ലൈക്ക് നമ്മുടെ Audi A4ന്റെ ഒക്കെ ആ ഒരു എഞ്ചിൻ. അതെ അതെ. പെർഫോമൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, ലോറ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിന്റെ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. ലൈക്കിന്റെ ടൈമിംഗ് ബെൽറ്റ്, ടൈമിംഗ് ചെയിൻ. ഇപ്പോൾ റീസെന്റ് ഇതിന് കംപ്ലൈൻറ്റ്സ് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പമ്പാണ്. പമ്പിനാണ് ലോറൊക്കെ കൂടുതലും കംപ്ലൈൻറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും മാറേണ്ടതൊന്നും വരില്ല. ഒരു 1 lakh ഒക്കെ ആവുമ്പോഴേക്കും ഒരു പ്രാവശ്യം ഒന്ന് മാറണം. അതൊക്കെയാണ് ഇതിന്റെ ഒരു എക്സ്പെൻസ് വരുന്നത്. കാരണം നമുക്ക് ഒരു ലോ പ്രൈസിൽ വണ്ടി കിട്ടുന്നുണ്ടെങ്കിലും പെർഫോമൻസ് ആടിനെയും ആനേനെയും തീറ്റിക്കുന്ന പോലത്തെ ഒരു വ്യത്യാസം ഇവന്റെ മെയിൻ്റനൻസിൽ കാണണം. പ്രൈസ് വരുന്നത് 480 ആണ്. 480. അതെ അതെ അതെ. 2011 12 രജിസ്ട്രേഷൻ. ആംബിയന്റ് വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഈ ഒരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും? തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. പക്ഷെ കൊല്ലുന്ന രീതിയിലുള്ള ലോൺ കയറാൻ ചാൻസ് ഉണ്ടോ? ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. ലോൺ ഡീറ്റെയിൽസ് പറയുമ്പോൾ വേറൊരു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ഇതിന്റെ ലോൺ സെഗ്മെന്റ് സ്കെയില് പ്രീമിയം സെഗ്മെന്റ് ആണ്. ലൈക്ക് ഇപ്പൊ ജെറ്റ് ആയാലും ലോറ ആയാലും ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ആണ്. ഇതിന്റെ പ്രൈസ് 480 വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു വണ്ടി വാങ്ങിക്കാൻ വന്നു, ഞാൻ ഈ ലോറ കണ്ടു, എൻ്റെ പ്രൊഫൈൽ ഇത്തിരി കുറവാണ്, എനിക്ക് തെറ്റില്ലാത്തൊരു വരുമാനമൊക്കെ ഉള്ളൊരു സാധാരണക്കാരനാണ് ഞാനെങ്കിൽ 4,80,000 രൂപയുടെ വണ്ടിക്ക് ചിലപ്പോൾ എനിക്ക് ലോൺ പാസ്സാവില്ല. പക്ഷെ 6 ലക്ഷം രൂപയുടെ സ്വിഫ്റ്റിന് എനിക്ക് ലോൺ പാസ്സാവും. കാരണം സ്വിഫ്റ്റ് ഒരു സാധാരണ ഒരു വണ്ടി, ഇത് പ്രീമിയം സെഗ്മെന്റ് ആയതുകൊണ്ട് നമ്മളുടെ ട്രാക്ക് അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. ബാങ്കിന് അതായത് അവർക്ക് തോന്നണം നമ്മൾക്കത് മെയിൻറ്റെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് ഇത്തിരി കോസ്റ്റ്ലി ആണ്. കാരണം വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ അത്രയും പെർഫോമൻസ് ഉള്ള വണ്ടിയാണല്ലോ. ഓൺ റോഡ് 20-25 ലാക്കോളം വന്നിരുന്ന വണ്ടിയാണല്ലോ. അപ്പൊ അതിന്റെ റീസെയിൽ കുറഞ്ഞതുകൊണ്ടാണ് ആ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്നത്. എങ്കിൽ കൂടി ലോൺ കിട്ടണമെങ്കിൽ നമ്മളുടെ നല്ലൊരു ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മാക്സിമം ലോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം.
ഹ്യുണ്ടായി ഇയോൺ ആണ് KL42 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെ കാര്യങ്ങൾ ഇതിന്റെ? 2012 മോഡലാണ്. ഇറാ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതായത് ബേസ് മോഡലിന് തൊട്ട് മുകളിലുള്ള വേരിയന്റ്, മിഡ് വേരിയന്റ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. 2012 ആണെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഒരു ക്വാളിറ്റി, ആ ഹെഡ് ലൈറ്റിലൊക്കെ ഒരു ഭംഗിച്ച വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിൻലി ഇയോൺ ഈ ഒരു സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു വണ്ടിയാണ്. കാരണം ആ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഒരു വണ്ടി കിട്ടുകയും ചെയ്യും. മാത്രമല്ല ലോൺ, അതായത് മോഡൽ ഉണ്ടാവുമല്ലോ, സോ ഭയങ്കരമായിട്ട് ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ് ഇയോൺ. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഏകദേശം ഫുൾ ലോൺ എടുത്ത് കയറി പോകുന്ന ഒരു വണ്ടിയാണ് ഇയോൺ. വളരെ 800cc ആണെങ്കിലും അത്യാവശ്യം നല്ല വണ്ടിയുടെ ഉള്ളിലൊക്കെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. പുറമേന്ന് കാണുമ്പോൾ ഒരു കൊച്ചു വണ്ടിയാണെങ്കിലും ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ഉണ്ട്. പിന്നെ മൈലേജ് ഓറിയന്റഡ് ആണ്, മെയിൻ്റനൻസ് കാര്യമായിട്ട് വരുന്നില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ഊബർ ആൻഡ് ഒലയിലൊക്കെ കൂടുതലും നമുക്ക് ഇയോൺ കാണാം. മെയിൻ്റനൻസ് കുറവാണല്ലോ. അതാണ് ഇപ്പോൾ നിലവിൽ അത്യാവശ്യം ഒരു എൻക്വയറിയും സെയിലും കൂടിയ ഒരു വണ്ടിയാണ് ഇയോൺ. ഇതിന്റെ പ്രൈസ് വരുന്നത് 170 ആണ്. 2012 മോഡലാണ്. 1,70,000. 1.5 ലോൺ വരാൻ ചാൻസ് ഉണ്ടോ? ലോൺ കിട്ടും. 1.5 എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു 7 സീറ്റർ വണ്ടിയാണ്. 7 സീറ്റർ എന്ന് പറയുമ്പോൾ 7 സീറ്ററിൽ ഏറ്റവും കോമ്പാക്ട് ആയിട്ടുള്ളൊരു 7 സീറ്റർ ആണ് അല്ലേ? അതെ അതെ. മഹീന്ദ്ര കോണ്ടോ. എങ്ങനെ കാര്യങ്ങൾ ഇതിന്റെ? ഫസ്റ്റ് എന്റെ കോണ്ടോയെ പറ്റി പറയാം. ഒരുപാട് പേര് സൈലോ ആണെന്ന് തെറ്റിദ്ധരിച്ച് മുൻവശം കണ്ട് പുറകിലേക്ക് എത്തുമ്പോഴേക്കും അയ്യോ ഇത് ഏത് വണ്ടി ചെത്തി വെച്ചതാണോ എന്നൊക്കെ ചോദിക്കും. എന്റെ ഷേപ്പാണ് മെയിൻ ഒരു ഡ്രോബാക്ക് വണ്ടിയുടെ. പക്ഷേ അപ്പാർട്ട് ഫ്രം ദ ഷേപ്പ്, വണ്ടി മൈലേജ് ഓറിയന്റഡ് ആണ്, അതുപോലെ തന്നെ പെർഫോമൻസും സെയിം ലൈക്ക് സൈലോ. അതായത് ഭയങ്കര യാത്ര കംഫർട്ട് ഉള്ള ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് ഹൈറ്റ് ഉള്ള ആളുകൾക്കായാലും ഇതിൽ യാത്ര ചെയ്തവർക്കും ഇത് ഉപയോഗിച്ചവർക്കും അറിയാം ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ ഇത് C8 വേരിയന്റ് ആണ്, ടോപ്പ് വേരിയന്റ് ആണ്. 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിൽ വണ്ടി 80,000 ഓടിയിരിക്കുന്നു. ഹിസ്റ്ററി 50,000 വരെ ഉള്ളൂ. അതിനുശേഷം അവര് ഷോറൂമിലേക്ക് ചെയ്തിട്ടില്ല വണ്ടി. ഇതായി പിന്നെ പുറത്താണ് ചെയ്തിരുന്നത്. അതെ അതെ അതെ. എന്തായാലും നിലവിലെ കണ്ടീഷൻ മെക്കാനിക്കലി ഓക്കെ ആണ്. പിന്നെ അതെ അതെ തീർച്ചയായിട്ടും 2 ടർബോയാണ് വണ്ടിക്ക് വരുന്നത്. അതെ, അത് വണ്ടി ഓടിക്കുമ്പോൾ അതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. അതായത് ഭയങ്കര പവർഫുള്ളാണ്. ലൈക്ക് ഇപ്പൊ TUV എന്ന് പറയുന്ന വണ്ടിയുണ്ട്, അത് ഉപയോഗിച്ചവർക്ക് അറിയാം. അത് ഭയങ്കര പവർഫുള്ളാ വണ്ടി. മൈലേജ് ഓറിയന്റഡ് ആണ്. സെയിം തന്നെയാണ്. ഇതിനൊരു ഷേപ്പ് ഒക്കെ വ്യത്യാസം വന്ന് കുറച്ച് ഇതിൻ്റെ അകത്തൊരു പെർഫോമൻസ് ഇതൊരു ഇത്തിരി ലേശം കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടോപ്പ് വേരിയന്റ് ഞാൻ പറഞ്ഞ പോലെ C8, ഇതിന് താഴെ C6, C4 ഉണ്ട്. അതെ, ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 350 ആണ്, നെഗോഷ്യബിൾ ആണ്. 350 2014 മോഡല് C8 ആണ്. 350 ഇപ്പൊ ചോദിക്കുന്നത് നെഗോഷ്യബിൾ. അതിൽ ലോൺ ഒരു 250 കയറും. 250 ഒക്കെ ലോൺ കയറും, നോ പ്രോബ്ലം. പിന്നെ ഇതിൽ മെയിൻലി പറയാനുള്ളത് 7 സീറ്റർ ആണ് എങ്കിൽ കൂടി ഇതിനൊരു 5 സീറ്റർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതെ, ബാക്കിൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങൾക്ക് 2 പേർക്ക് ഇരുന്ന് പോവാം. 2 അത്യാവശ്യം മെലിഞ്ഞ ആളുകൾക്ക് ഇരുന്ന് പോവാം. തടിച്ച ആളുകൾക്ക് പറ്റത്തില്ല. ഭയങ്കര ടൈറ്റ് ആവും. അപ്പോൾ പക്ഷെ ഇരിക്കുന്നവർക്ക്, അതായത് ഫ്രണ്ട് ഇൻക്ലൂഡിങ് ഡ്രൈവർ ആൻഡ് ബാക്ക് ഡോർ സീറ്റ്സിലൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാം. ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ വണ്ടി നല്ല ഹൈറ്റ് ആണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു റഫ് യൂസിനും ഈ ഹൈ റേഞ്ച് ഭാഗങ്ങളിലേക്കൊക്കെ മഹീന്ദ്രയുടെ വണ്ടി ഏറ്റവും കൂടുതൽ പോകുന്നത് ഹൈ റേഞ്ച്, അതായത് ഇടുക്കി ആ ഭാഗങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് അവിടെ തന്നെ. തീർച്ചയായിട്ടും ബൊലേറോ ആയാലും സൈലോ ആയാലും. ജീപ്പിന്റെ കാലം തൊട്ട് ഈ ഒരു പേരായി പോയി. അതെ. ഓക്കെ, നമ്മള് ഇന്നത്തെ വാഹനങ്ങളുടെ സ്റ്റോക്ക് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി ഇവിടെ നിന്ന് ഒരു എപ്പിസോഡും കൂടി ഇവിടുന്ന് വരുന്നുണ്ട്, കുറച്ച് വണ്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ നമുക്ക് ഇവിടെ പറയാം ബൈ.